ഇന്ന് വോട്ടെടുപ്പ് നടന്നു. കേരളത്തിൽ എല്ലായിടത്തും എല്ലാ മുന്നണി നേതാക്കളും ഏറെ അഭിമാനത്തോടെ ഏറെ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ദിവസം. എന്നാൽ BJP നേതൃത്വം മാത്രം കരിനിഴലിന്റെ മുമ്പിലാണുള്ളത്. അതിന് കാരണമാവട്ടെ മദ്യവും പണവുമാണ്. മദ്യവും പണവും നൽകി വോട്ട് സ്വന്തമാക്കുന്ന രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ നേരത്തെ വ്യാപകമാണ്. അതാണ് ഇവിടെ BJP നേതൃത്വത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. വോട്ടർമാർക്ക് പണവും സാരിയും മദ്യവും വിതരണം ചെയ്യുന്നെന്ന ആരോപണത്തിനിടെ പണം നൽകുന്ന വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടെ BJP നേതൃത്വം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ്. വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയ ശോഭാ സുരേന്ദ്രൻ ശരിക്കും പെട്ടിരിക്കുകയാണ്. BJP നേമം, പാലക്കാട് മണ്ഡലങ്ങളിലാണ് പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം മണ്ഡലത്തിൽ പണവും മദ്യവും ഒഴുക്കി BJP വോട്ട് സ്വന്തമാക്കുകയാണെന്ന് LDF. എന്നാൽ ഇതു സംബന്ധിച്ച തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ പാലക്കാട്ട് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പണവും സാരിയും നൽകിയെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നത് കനത്ത പ്രഹരമാണ്. പണം നൽകിയില്ലെന്ന് വാദിക്കാനുള്ള ശോഭാ സുരേന്ദ്രന്റെ ശ്രമങ്ങൾ പൊളിക്കുന്ന നിലയിലാണ് തെളിവുകളും മറ്റും പുറത്തു വന്നത്. അതിനു പുറമെ ദൃശ്യം പകർത്താൻ ശ്രമിച്ച ആളെ സ്ഥാനാർത്ഥി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇക്കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിലാണുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നതും BJPക്ക് വെല്ലുവിളിയാണ്. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ തറുവാക്കുറിശ്ശിയിലാണ് പണം കൊടുത്തെന്ന സംഭവം. ഒരു വൃദ്ധക്ക് BJP പ്രവർത്തകർ പണം കൊടുക്കുന്നെന്ന് ആരോപിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടത്. പണം നൽകിയ യുവതി ശോഭാ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നതോടെ BJP അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. പണം കൊടുത്ത സ്ത്രീയെ അറിയില്ലെന്നും കാറിൽ കണ്ടത് നിഴലാണെന്നുമുള്ള ശോഭയുടെ വാദവും കോൺഗ്രസ് പ്രവർത്തകർ പൊളിച്ചടുക്കി. മുംബൈയിൽ താമസിക്കുന്ന തിരുവനന്തപുരംകാരിയാണ് പണം നൽകിയതെന്നും കുറച്ചു ദിവസമായി ഇവർ ശോഭക്കൊപ്പമുണ്ടെന്നും ചിത്രങ്ങൾ സഹിതം കണ്ണാടിയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. പാലക്കാട് മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ വോട്ടിനായി സാരിയും നൽകുന്നുണ്ടെന്ന ആരോപണവും ചിത്രങ്ങളും CPM-ഉം കോൺഗ്രസും പുറത്തുവിട്ടതും തിരിച്ചടിയായി. പിരായിരിയിലെ വീടുകളിൽ BJP പ്രവർത്തകർ സാരി നൽകുന്നതിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ഒരേപോലുള്ള സാരി ധരിച്ചെത്തിയതിലും ആക്ഷേപമുയർന്നിട്ടുണ്ട്. നേമം മണ്ഡലത്തിൽ BJPയുടെ ബൂത്ത് ഓഫീസിൽ നിന്ന് മദ്യം പിടിച്ചെന്ന ആക്ഷേപമാണ് LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഏജന്റ് ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ തുടക്കത്തിൽ ഡീലിൽ തുടങ്ങി കിറ്റ് വിതരണവും ഇപ്പോൾ വോട്ടിന് മദ്യവും പണവും സാരിയും നൽകുന്നതുവരെയുള്ള ആരോപണത്തിലെത്തി നിൽക്കുകയാണ്. BJPയുടെ വോട്ട് പിടുത്തം ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ വോട്ടർമാരെ വിശ്വസിപ്പിക്കാനാവാതെ ഉഴലുകയാണ് BJP. അതിനു പുറമെ ഇനി നേരിടേണ്ടി വരുന്ന നിയമ നടപടികളും. ഇതിനിടെ തൃശൂർ ജില്ലയിൽ വീണ്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാൻ നീക്കമെന്ന ആരോപണം. തൃശൂർ കാച്ചേരിയിലുള്ള കമ്പനിയിൽ നിന്ന് ഏകദേശം 750 ഭക്ഷ്യക്കിറ്റുകളാണ് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡും പോലീസും ചേർന്ന് പിടികൂടിയത്. BJP നേതാവിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിലെ ഹോൾസെയിൽ വിതരണ സ്ഥാപനത്തിൽ കിറ്റുകൾ ഓർഡർ ചെയ്യാനായി BJP നേതാവും ചലച്ചിത്ര താരവുമായ ദേവൻ എത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം തീർത്തിരുന്നു. ചുരുക്കത്തിൽ താമര വിരിയണമെങ്കിൽ മദ്യവും പണവും ഒഴുക്കേണ്ട ഗതികേടാണുള്ളത്.